നമസ്കാരം. 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് എത്തി. ആ വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. 22ാമത് ഭാരത് റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്നുണ്ട്. കൂടിക്കാഴ്ചയിൽ വിവിധ മേഖലയിലെ സഹകരണം സംബന്ധിച്ച വിശദമായ ചർച്ചകളും കരാറുകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ യുക്രൈൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ റഷ്യ സന്ദർശനമാണിത്. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഭാരതവും റഷ്യ വാർഷിക ഉച്ചകോടി നടക്കുന്നത്. 2021 ഡിസംബറിൽ ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഭാരതത്തിൽ എത്തിയിരുന്നു. 3ാം തവണയും പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള മോദിയുടെ ആദ്യ ഉഭയകക്ഷി സന്ദർശനവും 5 വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ ആദ്യ റഷ്യൻ സന്ദർശനവുമാണിത്. 2019 സെപ്റ്റംബറിൽ വാൾദിവോസ്റ്റോക്കിൽ നടന്ന ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം അവസാനമായി റഷ്യയിലേക്ക് എത്തുന്നത്. ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനേക്കാൾ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യ നൽകിയത്. ദ്വിദിന സന്ദർശനത്തിന്റെ ഭാഗമായി റഷ്യന്റെ തലസ്ഥാനമായ മോസ്കോയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ നേരിട്ട് തന്നെ എത്തി. മുഖ്യ ഉപപ്രധാനമന്ത്രി ഡെനീസ് മാത്യു ആണ് നേരിട്ടെത്തിയത്. യുക്കോവ 2 അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മോദിക്ക് റഷ്യൻ സേന ബഹുമാനാർത്ഥം ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. അതിനുശേഷം മോദിയെ റഷ്യൻ പ്രസിഡന്റ് പുടിനും സ്വീകരിച്ചു. പുടിന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു സ്വീകരണം. ഒരു അതിഗംഭീരമായ സ്വീകരണമാണ് പുട്ട് മോദിക്ക് കൊടുത്തത്. അടുത്തിടെ റഷ്യ സന്ദർശിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സ്വീകരിക്കാനെത്തിയത് റഷ്യൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു. പ്രോട്ടോകോൾ പ്രകാരം ഇദ്ദേഹത്തെക്കാൾ ഉയർന്ന പദവിയാണ് മുഖ്യ ഉപപ്രധാനമന്ത്രിയുടേത്. റഷ്യൻ പ്രസിഡന്റ് പുടിന് തൊട്ടു താടിയുള്ള സർക്കാർ പദവിയാണിത്. 22ാമത് റഷ്യ ഇന്ത്യ ഉച്ചകോടി നടത്താൻ വാൾഡിമാർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി റഷ്യയിലേക്ക് എത്തിയത്. പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചതിന് പുറമെ മുഖ്യ ഉപപ്രധാനമന്ത്രി ഡെന്നീസ് മാക്ലോവ് അദ്ദേഹത്തെ കാറിൽ ഹോട്ടൽ വരെ അനുഗമിക്കുകയും ചെയ്തു. ഹോട്ടലിലെത്തിയ പ്രധാനമന്ത്രിയെ കാത്ത് വിദേശ ഇന്ത്യക്കാരുടെ ഒരു വലിയ സംഘം തന്നെ നരേന്ദ്രമോദിയെ കാത്ത് നിൽക്കുകയായിരുന്നു. അവർ ഇന്ത്യൻ പതാക വീശുകയും മോദി മോദി എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്തു. മോദി അവർക്ക് ഹസ്തദാനം ചെയ്ത് കുട്ടികളോട് കുശലാന്വേഷണമൊക്കെ പറഞ്ഞ് ആ അന്തരീക്ഷമൊക്കെ സജീവമാക്കിയാണ് മോദി പിന്നെ പുടിനെ കാണാനായിട്ട് പോകുന്നത്. ഉഭയകക്ഷി ബന്ധത്തിലെ ഈ സംഭവ വികാസങ്ങളെ പറ്റിയുള്ള വീക്ഷണങ്ങൾ കൈമാറുന്നതിന് ഈ സന്ദർശനം ഉപകരിക്കുമെന്നത് ഏറെക്കുറെ രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി. കൂടിക്കാഴ്ചകൾ, ചർച്ചകൾ, പ്രധാനമന്ത്രി സംഘത്തിനുമായി പ്രസിഡന്റ് ഒരുക്കുന്ന വിരുന്നുകൾ, കരാറുകൾ ഉൾപ്പെടെയുള്ളതായിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രധാന ചർച്ചാ വിഷയം. എന്തായാലും നരേന്ദ്രമോദിയെ പുടിൻ സ്വീകരിച്ചത് ഒരർത്ഥത്തിൽ ചൈനയ്ക്ക് തന്നെ ഞെട്ടലുണ്ടാക്കി. റഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ പുടിൻ ഇറക്കിയത് ഉപപ്രധാനമന്ത്രിയെയാണ്. വെറും പ്രധാനമന്ത്രിയല്ല ഇറക്കിയത്, ഉപപ്രധാനമന്ത്രി. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.